Hi friends, welcome back. ഇന്ന് നമ്മൾ woven rows ആണ് പഠിക്കുന്നത് embroidery stitch ട്ടോ. ഒരു സ്റ്റിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നല്ല ഭംഗിയാട്ടോ ഈ സ്റ്റിച്ച് കാണാനായിട്ട്. ആദ്യം തന്നെ ദാ നമ്മൾ എംബ്രോയിഡറി ഫ്രെയിമിൽ തുണി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു കോയിനോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതാ കറക്റ്റ് അളവിൽ ഇതുപോലെ 5 പോയിന്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റ് തന്നെയാണോ ഡിഫറൻസ് എന്നൊക്കെ കറക്റ്റ് നോക്കാം, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല നമ്മുടെ സ്റ്റിച്ചിന്. അതുപോലെ നമ്മൾ നോക്കിയിട്ട് ഇതാ ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കാം. ഇതുപോലെ സ്കെച്ച് പെൻ ഒന്നും വെച്ച് വരയ്ക്കേണ്ട, നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് എങ്ങാനും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ സൂചിയിൽ നൂല് കൊടുത്തിട്ടുണ്ട്. 6 ഇഴ നൂലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഇത്ര നാൾ ഉപയോഗിച്ചായിരുന്ന സൂചി തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സൈസ് 5ന്റെ കേട്ടോ. ഇതാ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അതായത് താഴ്ത്തുനിന്ന് ഞാൻ സൂചി മുകളിലോട്ട് കുത്തിയെടുത്തു. അതിനുശേഷം ഔട്ടർ സർക്കിളിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ആ ഉള്ളിലുള്ള പോയിന്റിലേക്ക് ഇതുപോലെ കുത്തിയെടുത്തു. അതുപോലെ നമുക്ക് ഈ 5 ലൈൻസ് വരച്ചിട്ടില്ലേ, ആ 5 ലൈൻസും ഇതുപോലെ ഓരോ ലൈനായിട്ട് കൊടുക്കണം. ഇതാ ഇപ്പൊ നമ്മൾ 3ാമത്തെ ലൈനാണ് ചെയ്യാൻ പോകുന്നത്. ഉള്ളിൽ നിന്ന് താഴത്തോട്ടും ഉള്ളിൽ നിന്ന് പുറത്തോട്ടും പുറത്തുനിന്ന് ഉള്ളിലായിട്ടും ആയിട്ട് ഇങ്ങനെ 5 എണ്ണമായിട്ട് ഇതുപോലെ വലിച്ചെടുക്കാം കേട്ടോ. അതെനിക്ക് തെറ്റിപ്പോയതാണ്. നമുക്ക് അങ്ങനത്തെ ലൈൻസ് അല്ല വേണ്ടത്, ഉള്ളിലോട്ട് ഈ 2 പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ലൈൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇതാ അങ്ങനെ നമ്മുടെ 5 ലൈൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ആ സർക്കിൾ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ 5 ലൈൻസ് നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടിയാൽ മതി. ആദ്യം തന്നെ നമ്മൾ അതിന്റെ നടുവിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഫ്രഞ്ച് നോട്ട് ഞാൻ ഓൾറെഡി കുറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഇത് അതുപോലെ ഒരു ലൂപ്പ് എടുക്കുന്നു. നമ്മൾ സൂചി താഴത്തോട്ട് കുത്തി ഇറക്കിയിട്ട് ഇത് നൂലൊന്ന് പിടിച്ച് വലിച്ചിട്ട് താഴത്തോട്ട് ഇറക്കി എടുക്കുകയാണെങ്കിൽ ഫ്രഞ്ച് നോട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിനുശേഷം നമുക്ക് വൂവൻ റോ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സൂചി നമ്മൾ താഴത്തുനിന്ന് മുകളിലോട്ട് ഇതുപോലെ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഇതുപോലെ സൂചി മുകളിലെടുത്തു. അപ്പോൾ ഒരു മുകളിലോട്ടാണ്, ഈ ഒരു ലൈനിന്റെ മുകളിലോട്ടാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റിച്ച് വരുന്നത്, കണ്ടില്ലേ? അതിനുശേഷം ഒരെണ്ണത്തിന്റെ താഴത്തോടെ ഇതുപോലെ എടുക്കാം. ഇപ്പൊ നമ്മൾ ആ ലൈനിന്റെ താഴത്തോടെയാണ് നൂലെടുത്തേക്കുന്നത്. അടുത്തതിന്റെ നമ്മൾ മുകളിൽ കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ അതായത് ഒന്നിടവിട്ടിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ നൂല് ഇതുപോലെ ഒരെണ്ണം താഴത്തോട്, ഒരു ലൈനിന്റെ താഴത്തോട് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന്റെ മുകളിൽ കൂടി എടുക്കുക, പിന്നെ താഴത്തോട് എടുക്കുക, മുകളിൽ കൂടി എടുക്കുക. അതുപോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ആ സൂചിയുടെ ഫ്രണ്ട് പോർഷൻ കൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പൊ തുണിയുമൊക്കെ കുത്തിക്കൊള്ളും. അപ്പൊ ഇതുപോലെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് വരാം. അപ്പൊ നമുക്കിത് ആദ്യം തന്നെ ഇതുപോലെ ചുറ്റി കൊടുക്കാം. നമുക്ക് എത്രത്തോളം വലുപ്പത്തിലുള്ള സർക്കിൾ ആണോ വേണ്ടത്, അല്ലെങ്കിൽ എത്രയും വലുത ഫ്ലവർ ആണോ വേണ്ടത്, അത്രയും വലിയ സർക്കിളും ലൈൻസും ഒക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വെല്ലോടത്തൊക്കെ കൊളത്തി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബോർഡർ ഡിസൈൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിട്ട് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ കടത്തി വിടുമ്പോണ്ടല്ലോ, വല്ലാണ്ട് സൂചി നൂലും പിടിച്ച് വലിക്കരുത്. കുറച്ചൊന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം, കുറച്ച് ലൂസാക്കി കൊടുത്തിട്ട് വേണം ഇതുപോലെ ചുറ്റിയെടുക്കാൻ. ഇതാ അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ആ ലൈൻസ് ഒന്നും കാണാതെ ആവുമ്പോഴുണ്ടല്ലോ, നമുക്ക് സൂചി താഴത്തോട്ട് ഇതുപോലെ കുത്തിയിറക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ആ ലൈൻസ് കംപ്ലീറ്റ് ആയിട്ടും ഒന്നും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. ഇത്ര വലിയ സർക്കിളൊന്നും ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്രയും വലുപ്പത്തിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ബൈ ഓൾ.